ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 2 ദിവസത്തിനകം രാജിവെക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അത് രാഷ്ട്രീയ നാടകമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. രാജിക്കായി 2 ദിവസം കാത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിക്കുകയാണ് PCC അധ്യക്ഷൻ ദേവീന്ദർ യാദവ്. 6 മാസം മുമ്പ് രാജിവെച്ചിരുന്നുവെങ്കിൽ ഡൽഹി നിവാസികൾ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ്. ബസന്ത് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ബസന്ത്, ഈ കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഡൽഹി കോൺഗ്രസ് ഘടകം ഇങ്ങനൊരു ആരോപണത്തിന് പിന്നിൽ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസിന് പുറമെ BJPയും ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ 2 ദിവസത്തെ സമയം എന്തിനാണ് എന്നുള്ളതാണ്, ഈ കാലതാമസം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും ചോദിക്കുന്നത്. BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവും അതോടൊപ്പം തന്നെ BJP വക്താവ് സുധാൻഷു ത്രിവേദിയും PCC അധ്യക്ഷനും ഇപ്പോൾ ഈ അതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ കാലതാമസം എന്തിനാണ്? 48 മണിക്കൂർ നിങ്ങൾ ഈ സമയമെടുക്കുന്നത് നേരത്തെ രാജിവെച്ചിരുന്നുവെങ്കിൽ 6 മാസം മുമ്പ് രാജിവെച്ചിരുന്നെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഡൽഹി നിവാസികൾ ഇപ്പോൾ നേരിടുന്ന വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം BJP ആകട്ടെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് ഈ 48 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ തീർപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു നാടകത്തിന്റെ ഭാഗമാണ് 2 ദിവസത്തെ സമയമെന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെയാണ് രാജി പ്രഖ്യാപനം വളരെ നാടകീയമായി ആം ആദ്മി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത്. നാടകീയമായിട്ടുള്ള രാജി പ്രഖ്യാപനത്തിനു പിന്നാലെ BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും സമാനമായിട്ടുള്ള ആരോപണം ഉയരുകയാണ്. എന്താണ് 48 മണിക്കൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് മുൻപേ ആയിക്കൂടെ, 6 മാസം മുൻപേ ആയിക്കൂടായിരുന്നു? തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു കോൺഗ്രസും BJPയും.